നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം പ്രതിയായ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള നിർണായക വാദം കോടതിയിൽ അടച്ചിട്ട മുറിയിൽ നടന്നിരിക്കുകയാണ്. കേസിലെ ആരോപണങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ ശക്തമായ നിയമപരമായിട്ടുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടവും പരാതിക്കാരിയായ യുവതിയും തമ്മിലുണ്ടായിരുന്നത് കേവലം സൗഹൃദം മാത്രമല്ലെന്നും ഇരുവരും തമ്മിലുള്ള ലൈംഗിക ബന്ധം പൂർണ്ണമായും പരസ്പര സമ്മതത്തോടെ ആയിരുന്നുവെന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. കൂടാതെ യുവതി ആരോപിക്കുന്ന ഗർഭചിത്രത്തിന്റെ ഉത്തരവാദിത്വം രാഹുലിന്മേൽ ചുമത്താനാവില്ല. യുവതി സ്വമേധയാണ് ഗർഭചിത്രത്തിനായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ ഉപയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയമായിട്ട് തകർക്കാനുള്ള ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരാതി നൽകിയിട്ടുള്ളതെന്നും നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അതിൽ നിന്നുമൊക്കെ തന്നെ ജനശ്രദ്ധ തിരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെയൊക്കെ തന്നെ പ്രതിഫലനമാണ് ഈ ആരോപണങ്ങൾ എന്നും അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. കേസിന് പിന്നിൽ CPM, BJP പാർട്ടികളുടെയൊക്കെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. കോടതിയിലെ വാദം കേൾക്കൽ നടപടിക്രമങ്ങൾ കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് നടത്തിയത്. യുവതിയുടെയും പ്രതിയുടെയും അപേക്ഷ പ്രകാരം വാദം അടച്ചിട്ട കോടതി മുറിയിൽ നടത്താൻ നേരത്തെ തന്നെ കോടതി ഉത്തരവിട്ടിരുന്നു. ഏകദേശം 1.25 മണിക്കൂറിലധികം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ ഇരുഭാഗത്തുനിന്നും ഉണ്ടായി. വാദത്തിനൊടുവിൽ കോടതി വിധി പറയാനായിട്ട് കേസ് മാറ്റിവെക്കുകയും പ്രോസിക്യൂഷനോട് അതീവ നിർണായകമായ ഒരു രേഖ കൂടി ഹാജരാക്കാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രസ്തുത രേഖയുടെ സ്വഭാവം സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായോ ഒരു വെളിപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അസാധാരണമായ കോടതി നിർദ്ദേശം അത് നിയമവിദഗ്ധർക്കിടയിൽ പോലും ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കോടതി കാത്തിരിക്കുന്ന ഈ ഒരു രേഖ അത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുന്നതിനുള്ള കോടതിയുടെ നീക്കത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒന്നായിരിക്കുമോ എന്ന സംശയം തുടക്കം മുതൽ തന്നെ നിയമവൃത്തങ്ങളിൽ നിന്നും ശക്തമാണ്. സാധാരണഗതിയിൽ നിയമവിദഗ്ധർ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് വിലയിരുത്തിയിരുന്നു. ഇതിനിടയിൽ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് വിശദമായിട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി വാദപ്രതിവാദങ്ങളിലേക്ക് കടന്നത് തന്നെ. SIT സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ അതീവ ഗൗരവകരമായിട്ടുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായാണ് സൂചന. ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഇടക്കാല റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ തങ്ങളുടെ ഭാഗം ശക്തമായി അവതരിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടം ഒരു സ്വാധീനമുള്ള ജനപ്രതി ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെ പ്രതികൂലമായിട്ട് ബാധിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും ഒക്കെ തന്നെ ഇടയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതിനാൽ കടുത്ത കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളതെന്നും ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടു. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് യുവതി പരാതി നൽകിയിട്ട് 7 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല. രാഹുൽ നിരന്തരമായി ഒളിയിടങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നതും അതിനുപരിയായിട്ട് പോലീസിന് അദ്ദേഹത്തെ പിടികൂടാൻ കഴിയാത്തതും കോടതിയെ ധരിപ്പിച്ചു. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ ഗുരുതരമാണ്. ഗർഭധാരണത്തിന് യുവതിയെ നിർബന്ധിക്കുകയും തുടർന്ന് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രത്തിന് വിധേയയാക്കുകയും ചെയ്തതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു. രാഹുൽ യുവതിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നും ഇയാൾ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്നും ഉള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പോലീസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും പിന്നീട് പാലക്കാടുള്ള മറ്റൊരു ഫ്ളാറ്റിൽ വെച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. രാഹുൽ മാങ്കൂട്ടം ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നഗ്ന ദൃശ്യങ്ങളൊക്കെ തന്നെ കാട്ടി ഭയപ്പെടുത്തിയാണ് യുവതിയെ തുടർച്ചയായിട്ട് പീഡിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയും. യുവതി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് സുഹൃത്തിന്റെ കൈവശം മാരകമായ മരുന്നുകൾ ഗർഭചിത്രത്തിനായിട്ട് കൊടുത്തുവിടുകയുമായിരുന്നു. ഇതിനിടയിൽ ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു മലയാളി യുവതി ഇമെയിൽ വഴി KPCCക്ക് അയച്ച മറ്റൊരു പരാതിയും ഈ കേസിന് കൂടുതൽ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പരാതി KPCC പോലീസ് മേധാവിക്ക് കൈമാറിയതായിട്ടും അറിയിച്ചു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അത് കോടതി തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് MLA സ്ഥാനം ഉൾപ്പെടെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ഒരുപക്ഷെ എത്തിച്ചേക്കും. പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് തള്ളപ്പെട്ട ഒരു ദൃഢ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടം. എന്നിരുന്നാലും ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയിൽ ഒട്ടനവധി ദുരൂഹതകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമാണ്. ഈ പരാതിയിലെ പല ഭാഗങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നില്ലെന്നും ജാമ്യം നിഷേധിക്കുന്നതിനായുള്ള ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമായി ഈ പരാതി ഉപയോഗിക്കപ്പെടുകയാണോ എന്ന സംശയവും ഇപ്പോൾ നിയമവൃത്തങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കോടതി വിധി പറയാനായി കേസ് മാറ്റിവെച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരളം.